നമസ്കാരം. ജാതക കഥകളിലെ 86-ാമത്തെ കഥ പുരോഹിതൻ്റെ വായടച്ച മുടന്തൻ. ബ്രഹ്മദത്തൻ വാരണാസിയിലെ രാജാവാണ്. രാജാവിൻ്റെ രാജസദസ്സിലെ അംഗമാണ് ബോധിസത്വൻ. രാജാവിൻ്റെ പുരോഹിതൻ ഒരു വൃദ്ധ ബ്രാഹ്മണനായിരുന്നു. അയാൾ ഒരു വായാടിയാണ്. മറ്റാർക്കും സംസാരിക്കാൻ ഇട കൊടുക്കാതെ അയാൾ എപ്പോഴും വളച്ചുകെട്ടി സംസാരിച്ചു കൊണ്ടിരിക്കും. പുരോഹിതൻ്റെ ഈ സ്വഭാവം കണ്ട് രാജാവ് സഹികെട്ടു. ഒരു ദിവസം രാജാവ് പരിവാരങ്ങളോടുകൂടി യാത്ര ചെയ്യുകയായിരുന്നു. അപ്പോൾ വഴിവക്കിലൊരിടത്ത് ഒരാൽച്ചുവട്ടിൽ കുറേ കുട്ടികൾ കൂടി നിന്ന് ബഹളം കൂട്ടുന്നു. രാജാവ് ശ്രദ്ധിച്ചു നോക്കി. കുട്ടികളോടൊപ്പം കുറച്ച് പ്രായമുള്ള ഒരു മുടന്തനുമുണ്ട്. കുട്ടികൾ അയാളോട് ആനയെ വേണം, കുതിരയെ വേണം എന്നൊക്കെ പറയുന്നുണ്ട്. അയാൾ കുറേ ചെറിയ കല്ലുകൾ പെറുക്കിക്കൊണ്ട് ഇത്തിരി ദൂരെ മാറി നിന്ന് പിന്നെ ആൽമരത്തിൻ്റെ ഇലകളിലേക്ക് എറിയാൻ തുടങ്ങി. ഇലകൾ ഓരോന്നായി വീഴാൻ തുടങ്ങി. കുറച്ചു കഴിഞ്ഞപ്പോൾ ആൽമരത്തിൻ്റെ ഇല കൊഴിഞ്ഞ ഭാഗം തെളിഞ്ഞു വന്നു. ഒരാനയുടെ രൂപം. ആൽമരത്തിൻ്റെ മറുവശത്ത് ഇലകൾ എറിഞ്ഞ് കൊഴിച്ച് കുതിരയുടെ രൂപവും അയാൾ ഉണ്ടാക്കി. അവൻ്റെ ഉന്നം പിഴയ്ക്കാത്ത ഏറ് കണ്ട് രാജാവ് അത്ഭുതപ്പെട്ടു. ഇതിനിടെ തിരിഞ്ഞു നോക്കിയ കുട്ടികളാരോ രാജാവിനെ കണ്ടു. അവർ ഓടിമറഞ്ഞു. ഓടാൻ കഴിയാത്ത മുടന്തൻ മാത്രം ബാക്കിയായി. രാജാവ് അവനെ അടുത്തു വിളിച്ചു. "നീ കൊട്ടാരത്തിലേക്ക് വരുന്നോ?" "അങ്ങ് കൽപ്പിക്കുന്നത് പോലെ." മുടന്തൻ സമ്മതിച്ചു. രാജാവ് അവനെയും കൂട്ടി കൊട്ടാരത്തിലെത്തി. അവനെ വിളിച്ച് രഹസ്യമായി പറഞ്ഞു, "നീ എന്നെ ഒന്ന് സഹായിക്കണം. എൻ്റെ പുരോഹിതൻ ഒരു വായാടിയാണ്. അയാളുടെ വാചകമടി കൊണ്ട് ഞാൻ മടുത്തു. ഇതൊന്ന് നിർത്തിത്തരാമോ?" "പ്രഭോ, അക്കാര്യം ഞാൻ ഏറ്റു," മുടന്തൻ പറഞ്ഞു. പിറ്റേ ദിവസം രാജസദസ്സ് കൂടുന്നതിന് മുമ്പ് തന്നെ വലിയൊരു പൊതിയുമായി മുടന്തൻ വന്നു. പൊതിക്കുള്ളിൽ ആട്ടിൻ കാഷ്ടമാണ്. അവൻ രാജാവിൻ്റെ സിംഹാസനത്തിന് പുറകിലെ തിരശീലയ്ക്കുള്ളിൽ ഒളിച്ചിരുന്നു. പതിവ് പോലെ സഭ ആരംഭിച്ചു. മറ്റാർക്കും ഒന്നും പറയാൻ ഇട കൊടുക്കാതെ പുരോഹിതൻ നിർത്താതെ സംസാരിച്ചു തുടങ്ങി. മുടന്തൻ അപ്പോൾ മുതൽ തിരശീലയുടെ വിടവിലൂടെ ഒന്നിനു പുറകെ ഒന്നായി ആട്ടിൻ കാഷ്ടം പെറുക്കി എറിയാൻ തുടങ്ങി. വാ തുറന്ന് നിർത്താതെ സംസാരിച്ചു കൊണ്ടിരുന്ന പുരോഹിതൻ്റെ അണ്ണാക്കിൽ തന്നെ അവ ഉന്നം തെറ്റാതെ ചെന്ന് വീണുകൊണ്ടിരുന്നു. സംസാരത്തിൽ മുഴുകിയിരുന്ന പുരോഹിതൻ അറിയാതെ അതെല്ലാം വിഴുങ്ങി. ആ സഭ കഴിഞ്ഞപ്പോഴേക്കും പുരോഹിതൻ്റെ വയറ് ആട്ടിൻ കാഷ്ടം കൊണ്ട് നിറഞ്ഞു. സഭ പിരിഞ്ഞു. സദസ്യർ വിട വാങ്ങി. അപ്പോൾ രാജാവ് പുരോഹിതനെ വിളിച്ചു ചോദിച്ചു, "എന്താണ് അങ്ങയുടെ വയർ വല്ലാതെ വീർത്തിരിക്കുന്നത്?" അപ്പോഴേക്കും പുരോഹിതന് വയറ്റിൽ അസ്വാസ്ഥ്യം തുടങ്ങിയിരുന്നു. കാര്യമെന്താണെന്ന് മനസ്സിലായതുമില്ല. അതുകൊണ്ട് മറുപടിയൊന്നും പറഞ്ഞില്ല. അപ്പോൾ രാജാവ് പറഞ്ഞു, "ഗുരു, അങ്ങയുടെ വയറ് നിറയെ ആട്ടിൻ കാഷ്ടമാണ്. എപ്പോഴും ഇങ്ങനെ വാ തുറന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിൻ്റെ ഫലമാണ്. ഏതായാലും ഒരു കാര്യം ചെയ്യൂ. വീട്ടിൽ ചെന്നൊന്ന് വയറിളക്കി കളയൂ." പുരോഹിതൻ വേഗം വീട്ടിലെത്തി. അങ്ങനെ ചെയ്തു. അതിൽ പിന്നെ അദ്ദേഹം ആവശ്യമില്ലാതെ ഒരക്ഷരം ഉരിയാടിയിട്ടില്ല. തന്നെ പുരോഹിതൻ്റെ വായാടിത്തത്തിൽ നിന്ന് രക്ഷിച്ച മുടന്തനെ രാജാവ് ഒരുപാട് സമ്മാനങ്ങൾ നൽകി യാത്രയാക്കി. നന്ദി.